അത്താഴത്തിന് ഞാൻ കഴിച്ചത് ഈത്തപ്പഴവും ഒരു കപ്പ് ചായയാണ് കേട്ടോ. രാത്രി വൈകിയാണ് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പുലർച്ചെ എണീറ്റ സമയത്ത് ഭയങ്കര ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ചായ മാത്രമേ കുടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇത് നോമ്പ് തുറക്കുന്ന സമയത്താണ് കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സും സമൂസ പോലത്തെ ചെറിയ 2 സ്നാക്കും 2-3 ഈത്തപ്പഴവും ഒരു കപ്പ് നിറയെ വെള്ളമാണ് കുടിച്ചത്. ഈ ഫ്രൂട്ട്സ് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഷുഗർ കുറച്ച് കുറക്കുന്നതുകൊണ്ടാണ് ജ്യൂസും തരിക്കഞ്ഞിയും ഒന്നും എടുക്കാതെ ഇരുന്നത്. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം 3 പത്തിരിയും തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും വെള്ളം കുടിച്ചു. പിന്നെ കട്ട് ചെയ്ത കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു. അത് ബാക്കിയാവല് ഫറലാണല്ലോ. അപ്പൊ അതെല്ലാവരും കൂടെ കഴിച്ചില്ലെങ്കിൽ പിറ്റേന്നൊക്കെ അത് കേടുവരും. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ കിടക്കാൻ നേരം ഈ ഒരു പൊടി ഒരു സ്പൂൺ കഴിച്ചു കേട്ടോ. നിങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ നോമ്പിന് കഴിച്ചതെന്ന് കമന്റിൽ അറിയിക്കണേ. ഇതിന്റെ കൂടെ 5 വരുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും കൂടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് റൗണ്ട് ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല യൂസ്ഫുൾ ആണ്, മൾട്ടി പർപ്പസ് ആണ് കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനും അതല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ഒക്കെ ഇട്ട് സൂക്ഷിക്കാനും അതല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടാഗ് ചെയ്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക്